ഒരിക്കൽ ശാന്തമായ ഒരു ഗ്രാമത്തിൽ ദയയുള്ള ഹരി എന്നൊരു മനുഷ്യനും സൗമ്യയായ മീന എന്നൊരു സ്ത്രീയും ജീവിച്ചിരുന്നു. അവർ അയൽക്കാരും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു. ഭക്ഷണവും വെള്ളവും കഥകളും പങ്കുവച്ച് അവർ പരസ്പരം സഹായിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ഹരിക്ക് തന്റെ പുരയിടത്തിൽ നിന്ന് 2 പഴയ കുടങ്ങൾ കിട്ടി. ഒന്ന് സാധാരണ കളിമണ്ണുകൊണ്ടുള്ളതും മറ്റൊന്ന് തിളങ്ങുന്ന പിച്ചള കൊണ്ടുള്ളതും. അവനത് മീനയെ കാണിച്ചുകൊണ്ട് ചോദിച്ചു, "രണ്ടും ഉപയോഗമുള്ളതായി തോന്നുന്നു. ഇതിലേതാണ് കൂടുതൽ നല്ലതെന്ന് നിനക്ക് തോന്നുന്നു?" മീന പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, "പിച്ചളക്കുടം ഉറപ്പുള്ളതും ഭംഗിയുള്ളതുമാണ്. പക്ഷെ മൺകുടം ഭാരം കുറഞ്ഞതും എളുപ്പത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്നതുമാണ്." ഹരിക്ക് പിച്ചളക്കുടത്തിന്റെ തിളക്കം ഇഷ്ടപ്പെട്ടു. അവൻ അതെടുത്തു. മീന മൺകുടവും തിരഞ്ഞെടുത്തു. പിന്നീട് ഇരുവരും പുഴയിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ പോയി. ഹരി തന്റെ പിച്ചളക്കുടം നിറയെ വെള്ളമെടുത്തു. മീനയും അവളുടെ കുടം നിറച്ചു. തിരികെ വരുന്ന വഴിയിൽ ഭാര കൂടുതലായിരുന്നതുകൊണ്ട് ഹരിയുടെ കുടം കയ്യിൽ നിന്ന് വഴുതി ഒരു പാറയിൽ തട്ടി തകർന്നുപോയി. മീനയുടെ ഭാരം കുറഞ്ഞ മൺകുടം അവളുടെ കൈകളിൽ സുരക്ഷിതമായി ഇരുന്നു. തന്റെ കുടം തകർന്നു കണ്ട് ഹരി നെടുംവീർപ്പിട്ടു. മീന സൗമ്യമായി പറഞ്ഞു, "ചിലപ്പോൾ പുറമേ കാണുന്ന തിളക്കമായിരിക്കില്ല ഏറ്റവും നല്ലത്. നമുക്ക് ചേരുന്നതെന്താണോ അതാണ് തിരഞ്ഞെടുക്കേണ്ടത്, അല്ലാതെ കാഴ്ചയ്ക്ക് ഭംഗിയുള്ളത് മാത്രമല്ല." ഹരി ഒരു നിശബ്ദ പാഠം പഠിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഗുണപാഠം: പുറമെ കാണുന്ന ഭംഗി കണ്ട് ഒന്നിനെയും വിലയിരുത്തരുത്. നമുക്ക് യഥാർത്ഥത്തിൽ ഉപയോഗപ്രദവും അനുയോജ്യവുമായത് തിരഞ്ഞെടുക്കുക.